വണ്ടിയിൽ പാട്ട് കേട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പലരും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റോഡ് തന്നെ ഒരു പാട്ട് പാടിയാലോ? അങ്ങനെ ഒരു റോഡുണ്ട് ഫുജൈറയിൽ. അക്ഷയ് പേരാവൂർ പരിചയപ്പെടുത്തും. എഞ്ചിനീയർ കുറച്ച് ക്രിയേറ്റീവ് ആണെങ്കിൽ റോഡിനെ കൊണ്ടും ഇതുപോലെ പാട്ട് പാടിക്കാൻ കഴിയുമെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പാട്ട് പാടുന്ന റോഡ് മുതൽ ചാർജ് കയറുന്ന റോഡ് വരെ യുഎയിലെ റോഡുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഫുജൈറയിലെ ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റിലെ ഈ പാടുന്ന റോഡാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വൈറൽ. സംഗീതം അറിയുന്ന ആ എഞ്ചിനീയറെ തിരക്കുകയാണ് സോഷ്യൽ മീഡിയ. എന്താണ് ഈ പാട്ട് പാടുന്ന റോഡ് എന്നറിയാൻ മാത്രം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഫുജൈറ വരെ എത്തുന്നവരുണ്ട്. ഫുജൈറ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് റംബിൾ സ്ട്രിപ്പ് ഉപയോഗിച്ചുള്ള ഈ മ്യൂസിക്കൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 100 മുതൽ 105 വരെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ സംഗീതം മനോഹരമായി ആസ്വദിക്കാൻ കഴിയുക. ഫുജൈറയിലെ മ്യൂസിക്കൽ റോഡ് ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രം എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. ഈ മ്യൂസിക്കൽ നോട്ട്സിനെ പിച്ചായിട്ട് അതിൻ്റെ വൈബ്രേഷൻസിൻ്റെ പിച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓരോ സെക്കൻഡിലും എത്ര വൈബ്രേഷൻ വേണം എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് അത്ര നമ്പർ ഓഫ് റംബിൾ സ്ട്രിപ്സിനെ റോഡിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്യുവർലി ഫിസിക്സ് ആണ്. ഏതെങ്കിലും ഒരു സംഗീതമല്ലിത്. ലോകപ്രശസ്തമായ ബീത്തോവൻസ് 9th സിംഫണിയാണ് നാം ഈ കേൾക്കുന്നത്. സംഭവം സിമ്പിൾ ആണെങ്കിലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനും ഈ കോൺസെപ്റ്റ് നടപ്പാക്കാൻ കാണിച്ച മനസ്സിനുമാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടി. ഈ റോഡിലൂടെ ആദ്യമായി പോകുന്ന ഏതൊരാളുടെയും മുഖത്ത് ഈ സംഗീതം കേൾക്കുമ്പോൾ ഒരു പുഞ്ചിരി ആയിരിക്കും എന്ന് തുടങ്ങുന്നു കമന്റുകൾ. സംഗതി കുറച്ച് നാളായെങ്കിലും അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ആരോ ഒരാളിട്ട ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ കയറി കത്തിയത്. റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലും UAE ഒരു മികച്ച മാതൃകയാണ്. കടുത്ത പിഴ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഈടാക്കുമ്പോഴും UAEയിലെ റോഡുകളിലെ ട്രാഫിക് സൈനുകളും റോഡ് മാർക്കുകളും എത്ര കൃത്യതയോടെയും ശാസ്ത്രീയമായുമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് നിയമലംഘനങ്ങൾക്ക് കടുത്ത പിഴ ഈടാക്കുന്നത്. ഒരു പ്രദേശത്ത് റോഡ് നിർമ്മിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി, മറ്റ് സാഹചര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് രാത്രിക്ക് രാത്രിയാണ് കിലോമീറ്ററുകൾ ടാർ ചെയ്യുന്നത്. കൃത്യമായ ഇടവേളകളിൽ റോഡുകളിലെ കുഴികളും മറ്റും പരിശോധിക്കുകയും ചെയ്യുന്നു. മോഡേൺ മെഷീനുകളുടെ അടക്കം സഹായത്തോടെയാണിത്. ഇനി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ പൊതുജനത്തിന് RTA അറിയിക്കാം. ഉടനടി നടപടി. അതുകൊണ്ട് തന്നെ ഇവിടെ കുഴി തപ്പി നടന്ന് വാഴ വെക്കേണ്ട കാര്യമില്ല. മ്യൂസിക്കൽ റോഡ് പോലെ വൈറലായ മറ്റൊരു റോഡുണ്ട് ദുബൈയിൽ. ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യുന്ന സിലിക്കൺ ഒയാസിസിലെ ഗ്രീൻ ചാർജിംഗ് റോഡ്. ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ആനന്ദകരവുമാക്കാനും ഈ നാട്ടിലെ ഭരണാധികാരികൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അത് തന്നെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത.